രാധേ, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ പ്രധാന ഒരു കാരണം എന്താന്ന് വെച്ചാൽ ഒരാളോട് ദേഷ്യം പിടിച്ചിട്ട് പറയുന്ന ഒരു വാക്ക് എന്താന്ന് വെച്ചാൽ പരബ്രഹ്മം പോത്തു പോലെയാണല്ലോ നീ ഇരിക്കുന്നത്, പരബ്രഹ്മം നിർഗുണം പോലെയാണല്ലോ. നിങ്ങളും ഈ വാക്ക് കേട്ടിട്ടുണ്ടാവും. കാരണം എത്രയോ ഹിന്ദുക്കളുടെ ഇടയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാനും ഒരു ഹിന്ദുവാണ്. ഇതിന്റെ അർത്ഥം അറിയാതെയാണ് നിങ്ങൾ ഇത് വിളിച്ചു പറയുന്നത്. ആരാണ് പരബ്രഹ്മം എന്ന് വിചാരിച്ചിട്ടാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് ഈ പരബ്രഹ്മം എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്. എന്താണ് ഈ നിർഗുണൻ? പരബ്രഹ്മം നിർഗുണം പോലെ ഇരിക്കുന്നു എന്നൊക്കെ കളിയാക്കിയും കൊണ്ട് പറയുന്ന കാര്യമാണിത്. എന്താണ് ഈ നിർഗുണൻ കൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ വിചാരിച്ച മാതിരി ഒരു ഗുണമില്ലാത്തവൻ എന്നാണോ അർത്ഥം? ഇതിനൊക്കെ വലിയ വലിയ അർത്ഥങ്ങളാണ്. എല്ലാ ഗുണത്തിൽ അതീതനായിട്ടുള്ളവൻ, സുഖവും ദുഃഖവും ഒന്നും ബാധിക്കാത്തവൻ, മായ ബാധിക്കാത്തവൻ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, അങ്ങനെയുള്ള പല പല അർത്ഥങ്ങളാണ് ഇതിനുള്ളത്. ദയവ് ചെയ്ത് അർത്ഥം അറിയാതെ നിങ്ങൾ ഇത് പറയാതിരിക്കുക. രാധേ രാധേ. അതെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ അർത്ഥം അറിയാതെ ഈ വേർഡ് ഉപയോഗിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്താണ് ഇതിന്റെ അർത്ഥം എന്ന്. കാരണം ഇപ്പൊ സീരിയലിൽ പോലും ഇങ്ങനത്തെ വേർഡാണ് ഉപയോഗിക്കുന്നത്. ഈ പരബ്രഹ്മം പോത്തുപോലെ, അല്ലെങ്കിൽ പരബ്രഹ്മം നിർഗുണം പോലെ. ഇതൊക്കെ വലിയ പാപമാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. എന്തുകൊണ്ട്, എന്ത് അർത്ഥത്തിലാണ് പറയുന്നത് എന്ന് പോലും അറിയാതെയാണ് കുറെ ആൾക്കാർ ഇതൊക്കെ വിളിച്ചു പറയുന്നത്. ഇത് എന്നിട്ട് തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി വരിക ഈ ഒരു വേർഡ്. ഇത് ഒരിക്കലും ആരും അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ആരാണ് പരബ്രഹ്മം എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇതൊന്നും അറിയില്ല, പക്ഷെ ഇതിങ്ങനെ പറയുന്നു. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, സാക്ഷാൽ ശ്രീകൃഷ്ണനെ തന്നെയാണ് നിങ്ങൾ ഈ പരബ്രഹ്മം എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്. അപ്പം ഈ എല്ലാ ഗുണത്തിൽ അതീതനാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ എല്ലാവരും ഇത് മനസ്സിലാക്കി നിങ്ങൾക്ക് പറ്റിയ തെറ്റ് തിരുത്തും എന്ന് വിശ്വസിക്കുന്നു. രാധേ രാധേ.